അപ്പോൾ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ അനുഗ്രഹത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിലൊരു സന്ദർഭം ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഭക്ഷണം കഴിച്ചാൽ പ്രാർത്ഥന അയാൾ ബറക്കത്തുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. വീടുകളിൽ ഉണ്ടാവുന്ന ആളുകൾ, ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരു സംതൃപ്തി ഇല്ല. അപ്പൊ നീ എങ്ങനെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ? ഞാൻ ഭക്ഷണം കഴിക്കും, ഭാര്യ പിന്നെ കഴിക്കും, മക്കൾ വേറെ കഴിക്കും, അതുകൊണ്ടാണ് സംതൃപ്തി ഇല്ലാത്തത്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ അള്ളാഹു ബറക്കത്ത് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. വീട്ടിൽ ആളുകൾ ഉണ്ടാവുന്ന സമയത്ത് ആണ് ആദ്യം പെണ്ണ്, പിന്നെ ആ പരിപാടി ഇസ്ലാമിലില്ല. ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുമിച്ചല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ഹദറത്ത് ആയിഷ റളിയല്ലാഹു അൻഹ. ഇപ്പൊ ഭക്ഷണം വീട്ടിൽ കഴിക്കുന്നത് ആ വീട്ടിലുള്ള ആളുകളുടെ ഒരുമയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ബറക്കത്തിനും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അതുമായി അള്ളാഹു നൽകുന്ന ബറക്കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.